നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. അങ്ങനെ CSK നല്ല വൃത്തിക്ക് പൊട്ടി. അതോടുകൂടി SRH ഇതാ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. GTയും ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഇന്നലെ തന്നെ RCB ക്വാളിഫൈ ചെയ്തിരുന്നല്ലോ. അതായത് പ്ലേ ഓഫിലെ 4 ടീമുകളിൽ 3 ടീമുകൾ ഉറപ്പായി. RCB ക്വാളിഫൈഡ്, SRH ക്വാളിഫൈഡ്, GT ക്വാളിഫൈഡ്. ഇനി ഒരേ ഒരു സ്പോട്ടാണ് ബാക്കിയുള്ളത്. 5 ടീമുകൾ അതിനായിട്ട് ഇപ്പോഴും കണ്ടൻറ്റേഴ്സാണ്. PBKS ഒരു മാച്ച് ബാക്കിയുണ്ട്, അവർക്ക് 13 പോയിൻ്റ് ഉണ്ട്. RRന് 2 മാച്ച് ബാക്കിയുണ്ട്, അവർക്ക് 12 പോയിൻ്റ് ഉണ്ട്. CSKക്ക് ഒരു മാച്ചാണ് ബാക്കി, അവർക്ക് 12 പോയിൻ്റ് ഉണ്ട്. DCക്ക് ഒരു മാച്ചാണ് ബാക്കി, അവർക്ക് 12 പോയിൻ്റ് ഉണ്ട്. KKRന് 2 മാച്ച് ബാക്കിയുണ്ട്, 11 പോയിൻ്റ്. ഈ 5 ടീമുകളിൽ ഒരു ടീം പ്ലേ ഓഫ് കടക്കും. പക്ഷേ RR ആണ് അതിൽ കൂടുതൽ സാധ്യത. അവർക്ക് അവരുടെ 2 കളികളും ജയിച്ചാൽ മറ്റാരെയും നോക്കേണ്ടതില്ല, എന്തും സംഭവിക്കാം. ഇന്നത്തെ പരാജയം CSKയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം തട്ടിപ്പറിക്കുന്ന രൂപത്തിലുള്ള ഒന്നായിപ്പോയി. നല്ല രൂപത്തിൽ തന്നെ SRH ചേസ് ചെയ്ത് വിജയിച്ചു. 5 വിക്കറ്റിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറുകൾ 7 വിക്കറ്റ് 180 റൺസാണ് അടിച്ചത്. അതും മതിയാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ കിടിലൻ തുടക്കമിട്ടു. പക്ഷേ അധിക നേരം നിന്നില്ല എന്നുള്ളതാണ് പ്രശ്നമായത്. അദ്ദേഹം പാറ്റ് കമ്മിൻസിൻ്റെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ച് പുറത്താവുകയായിരുന്നു. അത് ക്യാച്ചാണോ എന്നൊരു സംശയം സഞ്ജുവിന് ഉറപ്പില്ലാതെ അത് റിവ്യൂ ഒക്കെ കൊടുത്തു. ബട്ട് അത് കൃത്യമായിട്ട് ബാറ്റിൽ ഉരഞ്ഞിട്ടുണ്ടായിരുന്നു. 13 പന്തിൽ 5 ഫോറും 1 സിക്സും അടക്കം 27 റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങി. ഉരുൾ പട്ടേൽ വന്ന പാടെ 2 സിക്സറൊക്കെ പൊട്ടിച്ചു. പക്ഷേ 13 റൺസ് എടുത്ത് അദ്ദേഹത്തെ സാക്കിബ് ഹുസൈനെ ബൗൾഡാക്കി വിടുകയായിരുന്നു. കാർത്തിക് ശർമ്മയും ഋതുരാജ് ഗെയ്ക്വാദും കൂടി മുന്നിട്ട് എന്താണ് ഋതു ചെയ്യുന്നത്? സ്കോർ ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഋതുവിനെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കാർത്തിക് ശർമ്മയാണ് പിന്നീട് പുറത്തു പോകുന്നത്. സ്കോർ ബോർഡ് 90 റൺസിൽ നിൽക്കുമ്പോൾ 19 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 32 റൺസ് അടിച്ച് അദ്ദേഹം മടങ്ങി. ഋതു അടുത്തായിട്ട് പോയി. അത് പോയത് നന്നായി എന്ന് ഓരോ ആരാധകർ കരുതുന്നുണ്ടാവും. 21 പന്തിൽ നിന്ന് 15 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. ഡേവിഡ് ബ്രവിസ് നല്ല രൂപത്തിൽ സ്കോർ ചെയ്തു. 27 പന്തിൽ നിന്ന് 2 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 44 റൺസ് അടിച്ചപ്പോൾ ഡ്യൂബെ 23 പന്തിൽ നിന്ന് 26 റൺസ്, വീർ 9 പന്തിൽ നിന്ന് 11 റൺസ്. അങ്ങനെ ഒരുവിധം അവർ 180 എത്തി. അതൊന്നും മതിയാകുമായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യം. പാറ്റ് കമ്മിൻസ് 4 ഓവർ 28 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് കിടിലൻ ബൗളിംഗ് പ്രകടനം നടത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ ട്രാവിസ് ഹെഡിനെ മടക്കി വിടുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ CSK ഉണ്ടാക്കിയെടുത്തു. ചൗധരി കോട്ടൺ ബൗൾ ചെയ്ത് ട്രാവിസ് ഹെഡിനെ മടക്കിയപ്പോൾ 6 പന്തിൽ 4 റൺസാണ് അദ്ദേഹം നേടിയത്. അഭിഷേക് ശർമ്മ 21 പന്തിൽ 26 റൺസ്. അഖിൽ ഹുസൈൻ തൻ്റെ ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുകയായിരുന്നു. എന്നാൽ ഇഷാൻ കിഷനും ഹെൻറി ക്ലാസനും ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് SRHൻ്റെ വിജയത്തിൻ്റെ അടിത്തറ പാകിക്കഴിഞ്ഞു. ഒടുവിൽ നൂർ അഹമ്മദിൻ്റെ പന്തിൽ ഒരു സഞ്ജുവിൻ്റെ കിടിലൻ സ്റ്റംപിങ്ങിലാണ് ക്ലാസൻ മടങ്ങുന്ന 26 പന്തിൽ 47 റൺസ്. നിതീഷ് കുമാർ റെഡ്ഡിയെ മുകേഷ് ചൗധരിയുടെ പന്തിൽ ഉർവിൽ പട്ടേൽ പിടിച്ച് പുറത്തായി 11 റൺസ്. പക്ഷേ ഒടുവിൽ ഇഷാൻ കിഷൻ ടീമിനെ വിജയത്തോട് അടുപ്പിച്ചിട്ടാണ് മടങ്ങുന്നത്. അദ്ദേഹം 47 പന്തിൽ നിന്ന് 70 റൺസ് അടിച്ചു. 7 ഫോറും 3 സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു. അറോറ 10 റൺസുമായിട്ടും സ്മരൻ രവിചന്ദ്രൻ 5 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. ഏതായാലും ഒരു ഓവർ ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് SRH ഇതാ IPLൻ്റെ പ്ലേ ഓഫ് ഉറപ്പാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.